യോ ഗായ്സ്, നമുക്കൊരു പുതിയ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് വീഡിയോ എന്ന് പറഞ്ഞത്. എന്താ നിങ്ങൾ തന്നെ കേട്ടു. എന്നിട്ട് നമുക്കിതൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ധൈര്യമുണ്ടോ? ഇപ്പൊ ഇന്റർനെറ്റിലൊക്കെ വൈറലാകുന്ന ഒരു നമ്പറാണ് 690452. ഇവര് പറയുന്നത് ഈ നമ്പർ നമ്മുടെ വൃസ്തിൽ എഴുതിയിട്ട് ഉറങ്ങാൻ കിടക്കുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിലും പാരലൽ വേൾഡിലും എന്നേക്കുമായിട്ട് കുടുങ്ങിപ്പോകുമെന്നാണ്. ഇത് ഒത്തിരി പേര് ട്രൈ ചെയ്തൊന്നും കുറെ പേർക്കൊന്നും ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഇത് ട്രൈ ചെയ്ത കുറച്ചു പേര് അവരുടെ ഡ്രീമിൽ സ്റ്റക്കായി പോയി എന്നാണ് പറയുന്നത്. ഡ്രീമിൽ സ്റ്റക്കായവർക്ക് 50-50 ചാൻസ് ഉള്ളൂ തിരിച്ചു വരാനായിട്ട്. കുറച്ചു പേര് അവരുടെ അനുഭവം റെഡിറ്റിൽ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവർ പറയുന്നത് ഇവർ സ്വപ്നത്തിൽ ഒരു ബ്ലാക്ക് ടണൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇവർ അതിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എനിക്കറിയില്ല എത്രത്തോളം സത്യമാണോ നുണയാണോ എന്നൊക്കെ. പക്ഷെ നിങ്ങളിപ്പോൾ ആ വീഡിയോ കണ്ടില്ലേ? ആ വീഡിയോയിൽ അവർ പറയുന്നത് വെച്ച് നമ്മളതാ ഇവിടെ ഉണ്ടല്ല, ഈ കൈൻ്റെ ഇതാ നമ്മളതാ ഇവിടെ അവർ പറയുന്ന നമ്പർ, ആ നമ്പർ തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ കണ്ടല്ലോ. ആ നമ്പർ എഴുതിയിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമ്മൾ സ്വപ്ന ലോകത്ത് സ്റ്റെക്കായി നിൽക്കും. പിന്നെ നമുക്ക് എന്തൊരു മന്ദതായിരിക്കും, രാവിലെ എണീക്കും. അങ്ങനെ ഒരു സംഭവങ്ങളാണ് ഇവിടുത്തെ സ്റ്റോറിയാണ്. നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. കോമഡി ആയിട്ട് കേസ് ചിലപ്പോൾ ഇത് റെഡി ആയേക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലും അയക്കാം ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ പറഞ്ഞു. ഏതായാലും നമുക്കിതൊന്ന് കൈമേൽ എഴുതി നോക്കാം. നമ്പർ എഴുതിട്ടോ, 69465452. നമ്പർ 690452 അത് ഞാൻ മാറ്റിക്കോളാം. ചെറുതായിട്ട് നമ്പർ തെറ്റിപ്പോയിട്ടുണ്ട്. ഏതായാലും ഈ നമ്പറാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഏതായാലും സമയം ഏകദേശം 10 മണി ആയിട്ടുണ്ട്. ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 10 മണി ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ ആയിരിക്കും ഇതിൻ്റെ റിസൾട്ട്. എനിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്നൊക്കെ ഞാൻ ടെസ്റ്റിന് നാളെ രാവിലെ കിട്ടിച്ചു. അപ്പം ഇനി രാവിലെ കാണാം. യോ ഗായ്സ്, അപ്പം രാവിലായി. ഞാൻ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി വീഡിയോ ആണ്. രാവിലായി ഞാൻ എണീച്ചിട്ട് ഇപ്പോഴാണ് എണീച്ചത്. പത്രം ഇടാൻ പോകാൻ നേരത്താണ്. അപ്പം ഞാൻ എൻ്റെ കൈമുള്ള സാധനം മര്യാദയ്ക്ക് കാണിച്ചു തരാം. ഇതിപ്പോഴും ആടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാനൊരു സ്വപ്നം, ഒരു മാങ്ങയും കണ്ടിട്ടില്ല, ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഇതേ ഞാൻ മറന്നേ പോയിരുന്ന സാധനം ഉള്ളതെന്ന്. ഇതൊക്കെ വെറും ഉടായിപ്പാണ്. ചിലപ്പോൾ മേ ബി ചിലവർക്ക് എങ്ങനെ ഉണ്ടായേക്കാം. അതെന്ന് പറഞ്ഞാൽ ഇത് തന്നെ മനസ്സിൽ ആലോചിച്ച് നിന്നിട്ടാണ് ഇങ്ങനെ സംഭവം തോന്നുന്നത്. ഇലൂഷൻ നമ്മൾ എന്താണ് ആലോചിക്കുന്നത് അതായിരിക്കും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതേപോലെ തന്നെയാണ് ഇതും. ആ വ്യക്തികളെ കൂടുതൽ ആലോചിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഞാനൊരു സ്വപ്നം വാങ്ങി കണ്ടു. ഇതുപോലത്തെ ഇതൊക്കെ ഒരു ഉടായ്പ വീഡിയോ ആണ് വിചാരിച്ചത്. ചിലവർക്കും സംഭവിച്ചിട്ടുണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഈ സാധനം ഞാൻ മായ്ക്കണം. അതെങ്ങനെ മായ്ച്ചിടാം? ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വണ്ടർഫുൾ വീഡിയോ കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത ബെല്ലൊക്കെ ടപ്പ് ചെയ്ത് അടിച്ചു പിടിക്കുക. ഇപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി കാണാം. ഇറ്റ്സ് മീ സിനാൻ സൈനിങ് ഔട്ട്. ബൈ.